ഈ പയ്യനെ അടിക്കാൻ അപ്പോൾ തന്നെ നിന്നെ ഇപ്പം കാണിച്ചു തരാം, നീ റോഡിലോട്ട് ഇറങ്ങടാ എന്നൊക്കെ, റോഡ് സൈഡിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ നിന്ന് ഫോൺ ചെയ്തൊരു അല്പം കഴിഞ്ഞു ഒരു 2 ബൈക്കിലായിട്ട് 4 പയ്യന്മാർ വന്നു. വരുമ്പോൾ ഞങ്ങളെ രണ്ടുപേരെയും കാണുകയാണ്. ഞങ്ങളെ കണ്ടതുകൊണ്ട് മാത്രം അവർ വണ്ടി കൊണ്ട് നിർത്തിയിട്ട് പോയി. അല്ലെങ്കിൽ ആ പയ്യനെ ഇന്നലെ ആ പയ്യനെ അടിച്ചത്. പക്ഷേ ഈ അമ്മ നമ്മൾ പ്രത്യേകം കാണേണ്ട, ഈ അമ്മ ഈ മോക്കെതിരെ പരാതി കൊടുക്കാൻ തയ്യാറല്ല. ഒരു മകളെ സംരക്ഷിക്കേണ്ട ഒരു ഇത് നോക്കുന്നുണ്ട്. അതെ 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 326 ആണ്, ജാമ്യമില്ല വകുപ്പാണത്. ഏത് വകുപ്പാങ്ങളിടി, അതിലൊന്നും ഇപ്പൊ എനിക്ക് കുഴപ്പമില്ല, ഞാൻ പോയി കിടന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ ഉണ്ടാകുന്ന ഏത് അതിക്രമങ്ങളും നമുക്ക് കേസെടുക്കാം. കേസെടുക്കട്ടെ, കേസെടുക്കാൻ പറയാം. ഏത് രീതിയിൽ എന്നെ തൂക്കിക്കൊന്നാലും എനിക്ക്. നമസ്കാരം. ഇന്നലെ ഞങ്ങളൊരു വാർത്ത ചെയ്തിരുന്നു. 80 വയസ്സുള്ള സരസ്വതി എന്ന വൃദ്ധയെ സ്വന്തം മകൾ തന്നെ കൈ അടിച്ച് ഒടിച്ചിട്ട് അവർ നമ്മളെ കൺമുന്നിൽ വന്ന് പെട്ടു. ആ സമയത്ത് അവർക്ക് ഹോസ്പിറ്റലിൽ പോകാൻ നിവൃത്തിയില്ലായിരുന്നു. കൈ ഇവിടെ കാണുവെച്ചാൽ ഒരു താലൂക്ക് ഹോസ്പിറ്റലിൽ അതിനുള്ള ചികിത്സയില്ല. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ മാത്രമേ പ്ലേറ്റ് ഇടണം, ഓപ്പറേഷനുള്ളൂ. അങ്ങനെ ആരാരുമില്ലാതെ ഒരു കൂട്ടുകാരൻ്റെ ചെറുമകൻ്റെ സുഹൃത്തിനെയും കൊണ്ട് ഇവിടെ വന്നിട്ട് ആ പയ്യൻ്റെ കയ്യിലും കാശില്ല, എങ്ങോട്ട് പോകണമെന്നറിയില്ല, ഓട്ടോ വിളിക്കാൻ പോലും കാശില്ല. ആ അവസ്ഥയിലാണ് നമ്മുടെ കയ്യിലേക്ക് പെടുന്നത്. ആ സമയത്ത് ഞങ്ങൾ ആ അമ്മയെ കൊണ്ടുപോയി ഇരുത്തി കാര്യങ്ങളൊക്കെ ചോദിച്ചു, മെമ്പറെയൊക്കെ നമ്മൾ വിവരം അറിയിച്ചു. എല്ലാവരും വന്നു. ആ ഒരു അമ്മയെ അവർ ഏറ്റെടുത്തു. രാത്രി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോഴും ഞാൻ പറഞ്ഞു, ഞാനിതിൻ്റെ പിറകിലുണ്ടാവും, നമ്മൾ വിസ്മയ ചാനലിൻ്റെ പിറകിലുണ്ടാവും, ഇതിൻ്റെ ഫോളോ അപ്പ് ഉണ്ടാവും എന്ന് പറഞ്ഞു. എൻ്റെ ഫോളോ അപ്പിന് വേണ്ടിയാണ് ഇപ്പോൾ ഞങ്ങൾ വെട്ടൂരിൽ നിൽക്കുന്നത്. ഇപ്പോൾ ഇന്നലെ വന്ന മെമ്പറൊക്കെ ഉണ്ട്, എൻ്റെ പ്രസിഡൻ്റുണ്ട്, സ്വന്തം വാർഡ് മെമ്പറുണ്ട്, പിന്നെ പ്രസിഡന്റും കാര്യങ്ങളെല്ലാം. വിമൻ ഫെസിലിറ്റേറ്ററാണ് നമ്മുടെ പഞ്ചായത്തിൻ്റെ. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റാണ്. അപ്പോൾ എല്ലാവരും നമ്മളെ കൂടെ ഉണ്ട്. നമുക്ക് അതിൻ്റെ ഫോളോ അപ്പ് എന്നുള്ള നോക്കാം. എന്തായി സാറേ ഇന്നലെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ വെച്ച്, താലൂക്ക് ആശുപത്രിയിൽ വെച്ച് നമ്മൾ പറഞ്ഞ രീതിയിൽ തന്നെ ഞാനും തൊട്ടടുത്ത വാർഡ് മെമ്പർ 6-ാം വാർഡ് മെമ്പറും കൂടി ആ വീട്ടിൽ വരുന്നു. വന്നപ്പോൾ ഈ ആദ്യം കൊണ്ടുവന്നു എന്ന് പറയുന്ന പയ്യൻ അവരെ കൊണ്ട് ആ വീട്ടിനകത്താക്കിയിട്ട് അവൻ പോയി. ഇവർ ഒറ്റയ്ക്ക് അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ചെന്ന് നമുക്ക് ആശുപത്രിയിൽ പോകണം, നിങ്ങളുടെ കൈക്ക് ഇങ്ങനെ ഒടിവുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ അമ്മ ആശുപത്രിയിൽ പോകാൻ തയ്യാറല്ല. നാളെ പോയാൽ പോരെ, പിന്നെ പോയാൽ പോരെ. അപ്പോൾ പറഞ്ഞാൽ അത് പറ്റത്തില്ല, ഈ കൈ നന്നായിട്ട് ബോൺ ബ്രേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഡോക്ടർ കൊടുത്ത റെഫർ ചെയ്ത ഇതെടുത്ത് നോക്കി. അപ്പോൾ അതിനകത്ത് ടുഡേ ഇറ്റ്സെൽഫ് എന്ന് ഞാൻ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. കാരണം ഇത് ലേറ്റാവും തോറും ഇതിൻ്റെ ഭവിഷ്യത്ത് കൂടും. അതിനകത്ത് അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. എമർജൻസി ആയിട്ട് ഇത് ചെയ്യണം. അവിടെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലോട്ട് റെഫർ ചെയ്തിട്ടുണ്ട്. ടുഡേ ഇറ്റ്സെൽഫ് എന്നതിനകത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു പറ്റില്ല, പോയേ പറ്റുമെന്ന് പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്നൊരു വണ്ടി അറേഞ്ച് ചെയ്തു. ഇവർ അപ്പോൾ പോലീസിൽ പരാതി കൊടുക്കാൻ എന്നുള്ള കാര്യം പറയുമ്പോൾ ഈ അമ്മ തയ്യാറല്ല. മകൾക്കെതിരെ അത് അടിച്ചൊടിച്ചതാരണം, അത് മകൾ ബേബിയാണ് അടിച്ചൊടിച്ചത്. അവളെ മോനും ഉണ്ടായിരുന്നു, എൻ്റെ കൈ അടിച്ചൊടിച്ചു. പക്ഷേ അവർ പരാതി കൊടുക്കാൻ തയ്യാറല്ല. അതിനോടൊപ്പം തന്നെ ഇവരുടെ ഒരു മകളുടെ മകൻ അപ്പുറത്തുണ്ട്, അവനെയും ഒരുപാട് അവൻ മർദ്ദിച്ചിരിക്കുന്നു. ഇവരെ ഈ അമ്മയെ തല്ലുന്നത് കണ്ട് അവൻ ഓടി വന്ന് പിടിച്ചപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ അവനെ ഒരുപാട് മർദ്ദിച്ചിരിക്കുന്നു. അത് അവൻ ഉടുപ്പെല്ലാം മാറ്റി ഞങ്ങളെ കാണിച്ചു അല്ലേ. ഒരുപാട് അടിയുടെ അടിയെന്ന് പറഞ്ഞാൽ വളരെ വലിയ തടി കൊണ്ട് അടിച്ചതിൻ്റെ പാടുണ്ട് അവനെ. അപ്പോൾ അവർ പരാതി കൊടുക്കാൻ തയ്യാറല്ല. പക്ഷേ എങ്കിലും ഞാൻ അവനല്ല, അവൻ പോയല്ലോ. ഞങ്ങൾ ആദ്യം നിങ്ങൾ വിളിച്ച് പറഞ്ഞ സമയത്ത് ഞാനും മെമ്പറും കൂടെ ആ വീട്ടിൽ പോകുന്നു, എന്താണ് ഇതിൻ്റെ വസ്തുതയെന്ന് മനസ്സിലാക്കാൻ പോകുന്നു. ഞങ്ങൾ ചെന്നപ്പോഴും തന്നെ ഈ പയ്യനോട് ഞാൻ പറഞ്ഞു, നീ കൂടെ വരണം, ഹോസ്പിറ്റലിൽ പോകാൻ വരണം എന്ന് പറഞ്ഞപ്പോൾ അവൻ തയ്യാറായപ്പോൾ അവൻ്റെ അമ്മ, അതായത് ഈ പറയുന്ന സരസ്വതിയുടെ മകള്, വളരെ മോശമായ വൾഗറായിട്ട് സംസാരിച്ചുകൊണ്ട് അവളെ എവിടെ പോട്ട് ആശുപത്രിയിലും പോണ്ട, ഒന്നും പോണ്ടെന്നും പറഞ്ഞുകൊണ്ട് അവനെയും വിളിച്ച് അവൻ്റെ ഭാര്യയെയും വിളിച്ച് അത്യാവശ്യം എന്തോ കുറേ സാധനങ്ങളൊക്കെ എടുത്ത് ഒരു വീട് വിട്ടങ്ങിറങ്ങി. അതിനുശേഷമാണ് ഞങ്ങൾ വർക്കല വരുന്നത്, താലൂക്ക് ആശുപത്രിയിൽ വരുന്നത്. പക്ഷേ ഈ പയ്യൻ അവരുടെ മൂത്ത മകളുടെ മകൻ ആശുപത്രിയിൽ വരാൻ തയ്യാറായി. ഏറ്റവും ഒടുവിൽ ഞങ്ങൾ അവരുടെ കാര്യമെല്ലാം ഞങ്ങൾ തന്നെ പരിശോധിച്ച് ഇവരുടെ റേഷൻ കാർഡ്, ആധാർ, അതുപോലെ ചികിത്സയ്ക്ക് ഇൻഷുറൻസിന് കിട്ടത്തക്ക രീതിയിലുള്ള ചികിത്സാ കാർഡ് ഇതെല്ലാം എടുത്ത് ഇവർക്ക് സമ്മതമല്ലെങ്കിൽ കൂടി ഞാൻ പോലീസിൽ വിളിച്ചു ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലൈസ് ചെയ്യാൻ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ രാത്രി ഒരു 8:30-9 മണിയാകും ഒരു വാഹനം അറേഞ്ച് ചെയ്തു. അത്യാവശ്യം അവർക്ക് വേണ്ടുന്ന പൈസയും ഞാനും ഈ മെമ്പറും കൂടെ അറേഞ്ച് ചെയ്ത്
ഞങ്ങളെ കയ്യിൽ നിന്നും അല്ലാതെ അവരുടെ ഒരു ബന്ധു വിളിച്ച് ഒരു 500 രൂപ ഞങ്ങളുടെ ഗൂഗിൾ പേയിൽ തന്നു. ആ പൈസയെല്ലാം കൊടുത്ത് ഒരു ഓട്ടോറിക്ഷ വിളിച്ചു അറേഞ്ച് ചെയ്ത് ഇവരെ കയറ്റി വിട്ടു. രാത്രി ഒരു 10 മണിക്ക് ഞാൻ ഈ പയ്യനെ വീണ്ടും വിളിച്ചപ്പോൾ അവിടെ അത് അഡ്മിറ്റ് ചെയ്തു. ഇന്ന് 10 മണിക്ക് സർജറി ഉണ്ടാവുമെന്ന് പറഞ്ഞു. കുറച്ച് നേരത്തെ ഈ പയ്യനെ വിളിച്ചപ്പോൾ അവൻ രാവിലെ ഇങ്ങ് വന്നു. ഈ കൂടെ പോയ പയ്യൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ചെറുമോൻ, അടിച്ച ചെറുമോനല്ല, വേറൊരു ഉണ്ടവൻ. അവൻ ഇനി വന്ന് എന്തോ അത്യാവശ്യം വേണമെന്ന തുണിയോ മറ്റുമൊക്കെ എടുത്തിട്ട് അവൻ ബസ്സിനകത്ത് അങ്ങോട്ട് പോവുകയാണെന്ന് പറഞ്ഞു, ഹോസ്പിറ്റലിൽ പോയിട്ട്. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, നീ അവിടെ ചെന്നതിന് ശേഷം ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം എന്നെ ഒന്ന് വിളിക്കണമെന്ന് പറഞ്ഞു. അവൻ ഇതുവരെ വിളിച്ചില്ല. ഇതാണ് നിജസ്ഥിതി. പക്ഷേ ഈ അമ്മ നമ്മൾ പ്രത്യേകം കാണേണ്ട, ഈ അമ്മ ഈ മോക്കെതിരെ പരാതി കൊടുക്കാൻ തയ്യാറല്ല. അതാണ് എനിക്ക് ഇവിടെ ചോദിക്കണം. ഒരു സ്വന്തം മകളായോണ്ടായിരിക്കാം കൈ അടിച്ച് ഒടിച്ചിട്ട് പോലും അവര് മകളെ സംരക്ഷിക്കേണ്ട ഒരു ഇത് നോക്കുന്നുണ്ട്. അതൊരു മാതൃസ്നേഹം. അതെ 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 എത്രയും വേദന സഹിച്ചാണെങ്കിലും അവരെ മകളെ സംരക്ഷിക്കുന്നുണ്ട്. അതൊരു ഭയങ്കര സംഭവമാണ്. അതെ അതെ എല്ലാ അമ്മമാർക്ക് മാത്രമേ ഇത് പറ്റുള്ളൂ. അല്ല, സാധാരണ അടി ഉണ്ടായില്ലെങ്കിലും അന്നേരമെങ്കിലും ഇത് പ്രതിഷേധം കാണിക്കുന്നതാണ്. അതില്ലാതെ അപ്പോഴും അവരെ മകളെ സംരക്ഷിക്കുന്നുണ്ട്, ഒടിഞ്ഞിട്ടും. അതെ 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 അതെ. ഞാൻ ഇതിൻ്റെ എന്താണ് ഈ സംഭവം, ഈ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവാനുള്ള കാര്യം ചോദിച്ചപ്പോൾ ഈ പറയുന്ന മകള് ഈ വിളഭാഗത്തുള്ള ഒരു കടയിൽ കൂടെ നിൽക്കുകയായിരുന്നു, ഒരു ഹോട്ടലിൽ, പട്ടാളം ഹോട്ടൽ. അപ്പോൾ ആ കട ഒഴിയേണ്ടി വന്നപ്പോൾ അവിടെ കിടന്ന സാധനങ്ങൾ അത്രയും വാരിക്കൊണ്ട് ഇവള് ഈ പറയുന്ന ബേബി കൊണ്ടുവന്നു. ഇവർ കിടക്കുന്ന റൂം ആകെ ഒരു ചെറിയ റൂമാണ്, അതിനകത്ത് കൊണ്ടുവന്നത് ഡംപ് ചെയ്തു. ഇതവർ ചോദ്യം ചെയ്തെന്ന് പറഞ്ഞാൽ ഇവിടെ എങ്ങനെ ഞാൻ കിടക്കും, എനിക്കൊന്ന് ഇറങ്ങണ്ടേ. ഇതാണ് എവളെ പ്രകോപനം ഉണ്ടായതും ഇറങ്ങടി വെളിയിൽ, നിനക്കെന്ത് കാര്യം എടി എന്നും പറഞ്ഞ് വളരെ മോശമായ രീതിയിൽ സംസാരിച്ചുകൊണ്ട് ആണ് ഈ അടിയിലോട്ട് വന്നത്. അപ്പോൾ ഇവളെ മകനും കൂടെ വന്നു. അപ്പോൾ ഒരു എനിക്ക് തോന്നുന്ന കണ്ടിട്ട് ഈ ലഹരിക്കൊക്കെ അടിമപ്പെട്ട് നടക്കുന്ന ഒരു പയ്യനാണ്. അവൻ്റെ സംസാരമൊക്കെ ആ രീതിയിലാണ്. അവനും കൂടെ വന്നിട്ടാണ് ഇവരെ മർദ്ദിച്ചത്. എന്തായാലും നമുക്ക് എന്ത് പ്രശ്നത്തിൻ്റെ പേരിലായാലും ഒരു 80 വയസ്സുള്ള വൃദ്ധയെ അടിച്ച് കൈ ഒടിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഭവം തന്നെയാണ്. നമുക്ക് മനസാക്ഷിക്കൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നലെ അമ്മയെ ഏറ്റെടുത്ത് ഞാൻ ആ വാർത്ത ചെയ്തത്. പ്രസിഡന്റും പിന്നെ മാഡം ഇപ്പോൾ ഒരു സ്ത്രീക്കെതിരെയുള്ള അക്രമം നടന്നിരിക്കുന്നത്, അതും 80 വയസ്സുള്ള സീനിയർ സിറ്റിസൺ ഒരു അമ്മയുടെ കൈയാണ് തല്ലി ഒടിച്ചിരിക്കുന്നത്. അവർ സ്വന്തം മകളായതുകൊണ്ട് കേസ് കൊടുക്കാൻ തയ്യാറല്ല. ഒരു പക്ഷേ പഞ്ചായത്തിനോ വനിതാ കമ്മീഷനോ ഇടപെട്ട് ആ കേസ് എടുക്കാൻ പറ്റില്ലേ? പറ്റും. അങ്ങനെ സ്വമേധയാ കേസ് എടുക്കാൻ പറ്റും. അത് സ്വന്തം മക്കളെന്നല്ല, ഇനി ആരായിരുന്നാലും ശരി തന്നെ പ്രായമായവർ ഉപദ്രവിക്കുന്നെങ്കിൽ സ്വയമായിട്ട് കേസ് എടുക്കാനായിട്ട് സാധിക്കും. ചെയ്യാൻ പറ്റും. എടുക്കും. എനിക്ക് ഇന്നലെ ആദ്യം കണ്ടത് അമ്മയെ കണ്ടപ്പോഴത്തേക്കും സങ്കടം തോന്നിയിട്ടാണ് ഞാൻ ആ വാർത്ത ചെയ്തത്. അപ്പൊ നിങ്ങളൊക്കെ മുൻകൈ എടുത്ത്, കാരണം ഒരു പക്ഷേ ഇനിയിപ്പോ ഒരു ഓപ്പറേഷൻ ചെയ്ത് വന്നാൽ ഇനിയും ഒരു വിഷയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഞാൻ നമ്മൾ അന്വേഷിച്ചപ്പോഴത്തേക്ക് സ്ഥിരമായിട്ട് അമ്മയെ അടിക്കുന്നതെന്ന് ഞാൻ അറിയാൻ കഴിഞ്ഞു. ഞാനതിന് അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പൊ എന്തായാലും പഞ്ചായത്തിന് മുൻകൈ എടുക്കും. നമ്മൾ അതിന്റെ വകുപ്പിന്റെ ആളും കൂടെയാണ് ഈ നിൽക്കുന്നത്. അത് കൃത്യമായിട്ട് ആ ഒരു ഫോളോ അപ്പ് ചെയ്യും. ഉറപ്പായിട്ടും ചെയ്യും. ഇന്നലെ ഞങ്ങൾ അവിടെ നിന്ന് പിരിയുന്ന സമയത്ത് 9 മണിയായി രാത്രി. ഇവരെ ആ ഹോസ്പിറ്റലിലോട്ട് ഓട്ടോറിക്ഷ വിട്ടിട്ട് ഞങ്ങളെടുത്തൊരു തീരുമാനം, അവർ പരാതി കൊടുക്കാൻ തയ്യാറായാലും ഇല്ലെങ്കിലും ഇന്ന് ഇതിനകത്തൊരു മാനുഷിക പരിഗണന വെച്ചുകൊണ്ട് ഞങ്ങൾ പരാതി കൊടുക്കാൻ തീരുമാനിച്ചു. വർക്കല പോലീസിൽ എഴുതി തയ്യാറാക്കി കൊടുക്കാൻ തീരുമാനിച്ചു. ഇവരെ രണ്ടുപേരും, അവരുടെ പേരും മറ്റുമെല്ലാം ഞങ്ങൾ, അതായത് ഈ മകളുടെ പേര് ബേബി എന്നാണ്, മംഗലത്തുംപിള എന്നാണ് വീട്ടുപേര്, മേലേവെട്ടൂർ. ഈ പയ്യൻ്റെ പേര് ശ്രീകുട്ടൻ. അപ്പോൾ ഇവരെ രണ്ടുപേരെയും പേര് വെച്ചുകൊണ്ട് പ്രതി സ്ഥാനത്താക്കിക്കൊണ്ട് ഇന്ന് വർക്കല CIക്ക് പരാതി കൊടുക്കാൻ നിൽക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ പഞ്ചായത്തിൻ്റെ ഇപ്പോൾ വിമൻ ഫെസിലിറ്റേറ്റർ പറഞ്ഞല്ലോ, സ്വമേധയാ പഞ്ചായത്തിന് കേസെടുക്കാം. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ ഉണ്ടാകുന്ന ഏത് അതിക്രമങ്ങളും നമുക്ക് സ്വമേധയാ കേസെടുക്കാം. അതിലുപരി വർക്കല പോലീസിൽ ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ റിട്ടേൺ പരാതി ഇന്ന് കൊടുക്കും. അല്ല, ആ ഒരു അമ്മ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മകളായതുകൊണ്ട് കേസെടുക്കാൻ പറ്റില്ല. പക്ഷേ ഇന്നലെ മെമ്പർ ചെന്നപ്പോഴത്തേക്ക് അവരെന്താ പറഞ്ഞത്, എൻ്റെ അമ്മയൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് ബാഗ് എടുത്ത് ഇറങ്ങി പോവുകയും ചെയ്തല്ലേ. അമ്മയെന്നുള്ള വാക്ക് പോലും ഉച്ചരിച്ചില്ല. വളരെ വാൾഗറായിട്ട് അവൾ പിന്നെ എന്നും പറഞ്ഞ് എനിക്ക് പരസ്യമായി പറയാൻ വന്നു. അതാ ഈ പയ്യനെ അടിക്കാൻ അപ്പോഴും തന്നെ നിന്നെ ഇപ്പം കാണിച്ചു തരാം, നീ റോഡിലോട്ട് ഇറങ്ങടാ എന്നൊക്കെ, റോഡ് സൈഡിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ നിന്ന് ഫോൺ ചെയ്ത് അല്പം കഴിഞ്ഞു ഒരു 2 ബൈക്കിലായിട്ട് 4 പയ്യന്മാർ വന്നു. വരുമ്പോൾ ഞങ്ങളെ രണ്ടുപേരെയും കാണുകയാണ്. ഞങ്ങളെ കണ്ടതുകൊണ്ട് മാത്രം അവർ വണ്ടി കൊണ്ട് നിർത്തിയിട്ട് പോയി. അല്ലെങ്കിൽ ആ പയ്യനെ ഇന്നലെ അടിച്ചതാണ്. അവരെല്ലാം മദ്യപിച്ച് പിന്നെ ലഹരിയൊക്കെ ഉപയോഗിക്കുന്ന പയ്യന്മാരാണെന്ന് തോന്നുന്നു. കണ്ടിട്ട് തന്നെ ഒരു ഫ്രോഡ് ലുക്ക്.
യവന്മാർ കൊണ്ട് വണ്ടി നിർത്തുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും നിൽക്കുകയാണ് ആ സന്ധ്യവാക്കിനും. അപ്പം ഞങ്ങളെ കണ്ടപ്പോഴത്തേക്ക് ഇവരവിടെ വന്ന് നിർത്തി, എന്നിട്ട് വണ്ടി വിട്ട് എന്തോ ഒക്കെ അങ്ങ് പുലമ്പിക്കൊണ്ടാണ് പോയതല്ലേ, എന്തോ ഒക്കെ അങ്ങ് പറഞ്ഞുകൊണ്ട് അങ്ങ് പോയി. ഓക്കെ, ഏതായാലും ഞങ്ങൾ ആ ഒരു വീട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. വീട്ടുകാരുടെ പരിസര പ്രദേശങ്ങൾ കാണണം, വീട് കാണണം, അവിടെ പരിസര നിവാസികളുടെ പ്രതികരണം നമുക്ക് അറിയണം. നമ്മൾ എന്തായാലും ആ വീട്ടിലേക്ക് പോവുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇന്നലെ ആശുപത്രിയിൽ പോയി ഞാൻ നിങ്ങളെ രണ്ടുപേരെയും വിളിച്ചാ? ഞാൻ വരില്ല മെമ്പർ. നിങ്ങൾ അമ്മയല്ലേ? അമ്മയാണ്. അമ്മയായതുകൊണ്ടാണ് ഞാൻ വേലയിൽ കഷ്ടപ്പെട്ട് വേവിച്ച് വെച്ച ചോറും അരിയൊക്കെ വേവിച്ചാണ് അവന് കൊടുക്കുന്നത്. അറിയാമോ? അവൻ ഇവിടെ കിടക്കുകയാണ്. അത് തന്നെ. അപ്പൊ അവർക്ക് വേണ്ടി ഞാൻ അവരെ കൂടെ കിടക്കുന്ന അവര് അതൊന്നും ചിന്തിക്കണം. ഈ പെണ്ണിനെ പെലയിനെ കൊണ്ടുവച്ചിരിക്കുന്നു. മറ്റേ അവന് ഇഷ്ടപ്പെട്ടിട്ടാണ് അവളെ കൊണ്ടുവന്ന. ഇവള് ഒന്നിലും തൊടാൻ അവര് തമ്മിൽ. ഞാനൊരു കാര്യം പറയട്ടെ, ഇന്നലെ ഈ അമ്മ നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കുന്നു പറഞ്ഞപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു എൻ്റെ മകളാണ്, കേസ് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഒരു അമ്മയുടെ കൈ എങ്ങനെ തല്ലി ഒടിക്കുന്ന ഒരു മകൾ തല്ലി ഒടിച്ചതല്ല സാറേ, ഇവര് പിടിച്ചു കൂടിയപ്പോ അതിന്റെ ഇടയിൽ വന്നപ്പോ അവന്റെ കൊന്നക്കമ്പിരുന്നു. ആ കമ്പ് അവരെ കയ്യിൽ കയറി കൊണ്ടതാണ്, അല്ലാതെ അടിച്ചതൊന്നുമില്ല. അടിച്ചു പൊട്ടിച്ചളഞ്ഞു കൈ, അടിച്ചു പൊട്ടിച്ചല്ല, അവനടിച്ചടിയാണ് അവര് അതിന്റെ ഇടയിൽ കയറിയതാണ്. ഓപ്പറേഷൻ രാവിലെ ഫേസ് ചെയ്യാൻ പോവുകയാണ്. കാരണം വെച്ചാല് ഇത് ഒരു 80 വയസ്സുള്ള സ്ത്രീയുടെ കൈ അടിച്ച് പൊട്ടിച്ചാണ്. അത് ജാമ്യമില്ല, 326 ആണ് ജാമ്യമില്ല വകുപ്പാണത്. ഏത് വകുപ്പാങ്ങളിടി, അതിലൊന്നും ഇപ്പൊ എനിക്ക് കുഴപ്പമില്ല. ഞാൻ പോയി കിടന്നു, അതിലൊന്നും നിങ്ങൾ എന്നെ വരട്ടെ. അമ്മയുടെ കൈ അടിച്ച് പൊട്ടിച്ചില്ല ഒരു വിഷമവും ഇല്ല. എന്ന് വെച്ചാൽ ഞാൻ ജോലി ചെയ്യുന്ന എന്നെ പറയുന്ന ചീത്തയ്ക്ക് ഈ പെണ്ണിന് ഒന്നും വേവിച്ച് വെച്ചാൽ തൊട്ടൂടാ. പറഞ്ഞില്ലല്ലോ നമ്മുടെ അടുത്ത് അങ്ങനെയൊന്നും. അവര് പറയൂല, ഞങ്ങളാണ് എടുത്തോണ്ട് പോയത്. അവര് പറയൂല, അവരെ കയ്യിലെ തെറ്റുകളാണ്, അവര് അനാവശ്യം. ഞാൻ ചോദിക്കട്ടെ, 80 വയസ്സുള്ള അമ്മയ്ക്ക് മാനസിക വിഭ്രാമം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, അതിന് വേണ്ടത് അവരെ തല്ലിയാണോ വേണ്ടത്? എന്റെ മോന്റെ 1.5 വയസ്സ് എനിക്ക് മാപ്പിള ഇല്ലാതിരിക്കുകയാണ്. ഞാൻ കണ്ട മലക്കറിക്കടയിലും കണ്ട ഹോട്ടലിലുമാണ് ജോലിക്കുള്ളത്. ഇവര് പറയും ഞാൻ അവനെയും പിടിക്കാൻ പോണത്, ഈ തള്ള പറയുന്നത്. അത് കൊള്ളാമോ? ക്ഷമിക്കാൻ പറ്റില്ല. ക്ഷമിക്കാൻ പറ്റും. ക്ഷമിച്ചാണ് ആ കൊച്ചിന്റെ അടുത്ത് കേട്ട് നോക്കിയത്. ക്ഷമിച്ചാണ് ഞാൻ കിടക്കുന്നത് ഇവിടെ. കാര്യം നമുക്ക് കിടക്കാടില്ലാത്തതുകൊണ്ട്. അമ്മയുടെ കൈ തല്ലിപിടിക്കാൻ പാടുണ്ടോ? ഞാൻ തല്ലി ഒടിച്ചിട്ടില്ല. അവരതിൻ്റെ ഇടയിൽ കയറി അവരെ ചെറുമോനെ അവർ കാത്തതാണ്. അവൻ കയറി ഈ വീട്ടിനകത്ത് എന്തെല്ലാം കുട്ടീശ്വരം കാണിക്കുന്ന പൈപ്പ് വരെ അവൻ വെട്ടി പൊട്ടിച്ചതുകൊണ്ട് അവിടെ ഇട്ടിരിക്കുന്നു. അറിയാമോ? പൈപ്പ് വരെ വെള്ളം കുടിക്കുന്ന അമ്മ തന്നെ. ആ സ്വന്തം അമ്മ തന്നെ. അമ്മ അല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്റെ കേസെടുക്കട്ടെ, കേസെടുക്കാൻ പറയാം. ഏത് രീതിയിൽ എന്നെ തൂക്കിക്കൊന്നാലും എനിക്ക്. ഇന്നലെ മെമ്പർ വന്ന് പറഞ്ഞപ്പോഴത്തേക്കും മാഡം പറഞ്ഞ വെച്ചാൽ പിന്നെ എന്റെ അമ്മയെന്നുള്ള ഇറങ്ങിപ്പോയില്ലേ മാഡം? മാഡം അവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലേ? ഞാനും എന്റെ അമ്മ എന്റെ മോനും അവരൊക്കെ ആരുമല്ല. അവരെ ചെറുമോനല്ല പറയുന്നത്. തരം തിരിച്ചാ പറയുന്നത്. അങ്ങനെയുള്ള അമ്മയ്ക്ക് പിന്നെ അങ്ങനെ ഒരു മോനും തള്ളയില്ല. അങ്ങനെ സംഭവിച്ചു പോയ പോലെ നിങ്ങളെ പെറ്റമ്മയല്ലേ, ഒന്ന് പോയി കണ്ടുകൊണ്ടിരുന്നല്ലേ സാറേ? അങ്ങനെ പെറ്റമ്മ ആയതുകൊണ്ടാണ് ഞാൻ അവരൊക്കെ കാവല് കിടക്കുന്നത്. അറിയാമോ? ഞാൻ എങ്ങും പോയാലും എന്റെ ചേച്ചിയുടെ ഇതിൽ തന്നെ. എന്റെ മോനും ഞാനും ഈ കൊച്ചും അവരുമാണ് ഉള്ളത്. വേവിച്ച് വെച്ചാൽ ഈ കൊച്ചിനെ തൊടാൻ ഞാൻ ജോലി ചേർന്ന് 5 മണി 6 മണിയാകുമ്പോഴാണ് ഇവിടെ വരുന്നത്. അതിനെ തൊടാൻ താമസിക്കില്ല. അത് തൊട്ടാൽ അവരെ കശുത്താണ് എന്നും പറഞ്ഞ് വഴക്കും ചണ്ടയാണ്. ഇതെന്തോത്തിനാണ്? 80 വയസ്സുള്ള സ്ത്രീ എന്തെങ്കിലും പറഞ്ഞ് ക്ഷമിച്ച് പോകേണ്ട ആവശ്യം നിങ്ങളെപ്പോലുള്ള മക്കൾക്കല്ലേ? നിങ്ങൾ പെട്ടി പ്രസവിച്ച ആളല്ലേ? ക്ഷമിച്ച് ഇതേ 1ഉം 2ഉം പ്രാവശ്യമൊന്നുമല്ല ഈ തള്ളയിരുന്ന് പച്ചവരാതെ. ഈ പച്ചവരാതെ മക്കളെ വിളിക്കരുത്. അവര് പെറ്റ മോളാണ്. അപ്പം ഞാൻ ജോലിക്ക് പോകുമ്പോൾ എനിക്കവിടെ ആരുമില്ല. ഞാൻ കഷ്ടപ്പെടാനാണ്, ചാക്കുടിക്കാനാണ് പോകുന്നത്. അപ്പം അങ്ങനെയുള്ള വാക്കുകൾ പറയാമോ? അറിയാമോ? ശരി, ഏതായാലും നമ്മൾ ഈ ഒരു അമ്മയെ വന്ന് കണ്ടു. മെമ്പർ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. ആ ഒരു അമ്മയ്ക്കും ഈ പറയുന്ന ഈ ചേച്ചിക്കും സ്വന്തം അമ്മയുടെ കൈ ഒടിഞ്ഞാൽ യാതൊരു പശ്ചാത്താപവും ഇല്ല. അവരങ്ങനെ ഉപദ്രവിക്കും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇത് കേരളമാണ്, സാംസ്കാരിക കേരളമാണ്. വനിതകൾക്ക് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്ന നിയമവ്യവസ്ഥയാണ് നമുക്കുള്ളത്. അവിടെ ഒരു അമ്മയുടെ 80 വയസ്സുള്ള ഒരു അമ്മയുടെ കൈ ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കാരണക്കാരായാലും
അതിന് നിയമ പരീക്ഷയൊന്നുമില്ല. അവരെന്തായാലും കേസിനെ ഫേസ് ചെയ്യേണ്ടി വരും. ഞങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഞങ്ങളോട് പറഞ്ഞത് അവർ സ്വമേധയാ കേസിന് പോകുമെന്ന് നമ്മുടെയും പറഞ്ഞത്. ഏതായാലും അന്വേഷിക്കട്ടെ, പോലീസ് അന്വേഷിക്കട്ടെ, കാര്യങ്ങളൊക്കെ പുറത്തു വരട്ടെ, കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ ലഭിക്കട്ടെ. വിസ്മയസിനുവേണ്ടി ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം ശ്രീത്ത് മാരാർ സൈനിങ് ഓഫ്.